വീട്ടുമുറ്റത്ത് മഴവിൽ ചോളം കൃഷി ചെയ്ത് കൗതുക കാഴ്ചയൊരുക്കിയിരിക്കുകയാണ് വീട്ടമ്മ. പത്തപ്പിരിയം നവോദയ സ്റ്റേഡിയത്തിന് സമീപം പനനിലത്ത് റെയ്ഹാനത്താണ് തന്റെ വീട്ടുമുറ്റത്തെ 10 സെന്റ് സ്ഥലത്ത് വർണ്ണച്ചോളം വിളയിച്ചത്. 6 മാസം മുൻപ് സമൂഹമാധ്യമ കൂട്ടായ്മയിലൂടെ വാങ്ങിയ വിത്ത് മുളപ്പിച്ചാണ് റെയ്ഹാനത്ത് കൃഷി ആരംഭിച്ചത്. ആദ്യ പരീക്ഷണത്തിൽ തന്നെ മികച്ച വിളവ് ലഭിച്ചു. ഒരു കുലയിൽ തന്നെ വിവിധ നിറങ്ങളിലുള്ള ധാന്യമണികളാണ് ഈ ചോളത്തിന്റെ പ്രത്യേകത. 3 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ഈ ചോളം വളം ചെയ്ത് നന്നായി പരിചരിച്ചാൽ വൈവിധ്യമാർന്ന നിറവും നല്ല വിളവും നൽകുമെന്നാണ് റെയ്ഹാനത്ത് പറയുന്നത്. വിത്തിനായി നിരവധി ആളുകൾ റെയ്ഹാനത്തിനെ സമീപിക്കുന്നുണ്ട്. പോഷക കലവറ കൂടിയാണ് മഴവിൽ ചോളം. ഒരു നിറത്തിലെ വിത്ത് തിരഞ്ഞെടുത്ത് കൃഷി ചെയ്താൽ അതേ നിറം ലഭിക്കണമെന്നില്ല, മറ്റു പല നിറങ്ങളും ലഭിക്കാം. 150ഓളം തൈകളാണ് റെയ്ഹാനത്തിന്റെ കൃഷിയിടത്തിൽ ഇപ്പോൾ ഉള്ളത്. ഭക്ഷണത്തിന് ഉപയോഗിക്കാമെങ്കിലും അലങ്കാരത്തിനാണ് പലരും ഈ ചോളം ഉപയോഗിക്കുന്നത്. പുഴുങ്ങിയും വറുത്തെടുത്ത പോപ്കോണായി മഴവിൽ ചോളം ഉപയോഗിക്കാം. ധാന്യപ്പൊടിയായും സൂക്ഷിക്കാം. ഓരോ സമയത്തും പ്രത്യേകതകളുള്ള ഒരു വിളയെങ്കിലും കൃഷി ചെയ്യുന്നത് റെയ്ഹാനത്തിന്റെ പ്രത്യേകതയാണ്. ചീര, മുളക്, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് തുടങ്ങിയവയും റെയ്ഹാനത്തിന്റെ കൃഷിയിടത്തിലുണ്ട്. മുൻപ് മട്ടുപ്പാവിലെ സ്ട്രോബെറി കൃഷിയിൽ വിജയഗാഥ തീർത്ത റെയ്ഹാനത്തിന് വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ വല്ലപ്പോഴുമേ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുള്ളൂ. പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ലൊരു കാര്യം, നല്ല പോഷകങ്ങൾ കൊടുത്താലേ ഈ കളറിലും ഇത്ര ഭംഗിയിലും കിട്ടുള്ളൂ. അതെ, കാൽസ്യം, പൊട്ടാസ്യം, ബോറോണ് തുടങ്ങിയ നല്ല പോഷകങ്ങളും. അല്ലാതെ ഒരുപാട് ഒരു ചെടി വളരണമെങ്കിൽ 10-17 മൂലകങ്ങൾ ആവശ്യമുണ്ടല്ലോ. അങ്ങനെ എല്ലാ മൂലകങ്ങളും കൂടാതെ കാൽസ്യത്തിനും പൊട്ടാസ്യത്തിനും ബോറോണിനും കൂടുതൽ പ്രാധാന്യമുണ്ട്. അതേപോലെ നല്ല കമ്പോസ്റ്റും കൊടുത്ത് നല്ല കളറിലൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ ജൈവമായിട്ട് ചെയ്താൽ തന്നെയാണ് ഇത്ര നല്ല കളറിലേക്ക് വരുള്ളൂ. രാസമിട്ടിട്ടുണ്ടെങ്കിൽ ഈ കളറിലേക്കും വരാൻ സാധ്യത കുറവാണ്. ഈ ചാനൽ എടവണ്ണ. Even